പഞ്ചസാര, ശർക്കര, തേൻ. ഞാനിവിടെ ഈ 3 ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവയിൽ ഏതാണ് ഷുഗറുള്ളവർക്ക് കഴിക്കാൻ ഉത്തമം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പ്രമേഹമുള്ളവർക്ക് ഏറ്റവും സംശയമുള്ളത് ഭക്ഷണ കാര്യത്തിലാണ്. അക്കൂട്ടത്തിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് പഞ്ചസാര, ശർക്കര, തേൻ ഇവയിൽ ഏതാണ് പ്രമേഹമുള്ളവർക്ക് ഉത്തമം എന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതും അന്നജം കുറഞ്ഞതും ഫൈബറും പ്രോട്ടീനും കൂടുതലടങ്ങിയതുമായ ഭക്ഷണങ്ങളാണ് പ്രമേഹമുള്ളവർ കഴിക്കേണ്ടത്. ആദ്യം നമുക്ക് പഞ്ചസാരയെക്കുറിച്ചറിയാം. കാണാനും കഴിക്കാനുമൊക്കെ ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് പഞ്ചസാര. വെളുത്ത വിഷമാണെന്നാണ് പൊതുവെ പഞ്ചസാരയെ അറിയപ്പെടുന്നത്. പഞ്ചസാര കഴിക്കാൻ നല്ല രുചിയാണെങ്കിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ വളരെ വലുതാണ്. പഞ്ചസാര അമിതമായി ഉപയോഗിക്കുമ്പോഴാണ് പ്രമേഹമുണ്ടാകുന്നത്. പഞ്ചസാരയിൽ എംറ്റി കലോറിയാണുള്ളത്. എംറ്റി കലോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉപയോഗമില്ലാത്തതും അതേസമയം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതുമായ കലോറിയാണ് എംറ്റി കലോറി. ഇതല്ലാതെ പഞ്ചസാരയിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പഞ്ചസാര നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ദോഷമെന്ന് പറയുന്നത്. അടുത്തത് ശർക്കര. പഞ്ചസാരയ്ക്ക് പകരം പലരും ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്ത മധുരമാണ് ശർക്കര. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തം ശുദ്ധീകരിക്കാനും ലിവർ ശുദ്ധീകരിക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ദഹന പ്രക്രിയ എളുപ്പമാക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ മികച്ചതാണ് ശർക്കര. കൂടാതെ ധാതുക്കളുടെയും അയണിൻ്റെയും കലവറയായ ശർക്കര വിളർച്ച അകറ്റാൻ സഹായിക്കും. എന്നാൽ പ്രമേഹ രോഗികൾ ശർക്കര അമിതമായി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ മിതമായ അളവിൽ ശർക്കര നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഒരിക്കലും അത് അമിതമാകരുത്. കാരണം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണല്ലോ പ്രമേഹമുള്ളവർ കഴിക്കേണ്ടത്. എന്നാൽ ശർക്കരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നില വളരെ കൂടുതലാണ്. അതായത് ശർക്കരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 84.4 ആണ്. ഇത് പ്രമേഹമുള്ളവരിൽ ബ്ലഡ് ഷുഗർ കൂട്ടാൻ കാരണമാകും. അതിനാൽ ഇവ പ്രമേഹമുള്ളവർക്ക് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പഞ്ചസാരയേക്കാൾ ഭേദമാണെങ്കിലും ഇവയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടും. ഇനി നിങ്ങൾക്ക് പ്രമേഹമില്ലെങ്കിൽ ശർക്കര കഴിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും രക്തം ശുദ്ധീകരിക്കാനും ലിവർ ശുദ്ധീകരിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വിളർച്ചയ്ക്ക് പരിഹാരമായൊക്കെ കഴിക്കാവുന്നതാണ് ശർക്കര. പഞ്ചസാരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ള ഭക്ഷ്യവസ്തുവാണ് ശർക്കര. അടുത്തത് തേൻ. പഞ്ചസാരയ്ക്ക് പകരമായി പലപ്പോഴും നാം തേൻ ഉപയോഗിക്കാറുണ്ട്. തേനിലുള്ളത് ഗ്രാനുലേറ്റഡ് ഷുഗറാണ്. തേനിൽ 80% പ്രകൃതിദത്ത പഞ്ചസാരയും 18% വെള്ളവും 2% ധാതുക്കൾ, വൈറ്റമിൻസ്, പ്രോട്ടീൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു. തേനിൻ്റെ 70% പ്രകൃതിദത്ത ഘടകങ്ങൾ നിർമ്മിക്കുന്നത് ഫ്രക്ടോസും ഗ്ലൂക്കോസുമാണ്. ഫ്രക്ടോസ് 40%, ഗ്ലൂക്കോസ് 30%. വെള്ളം, ധാതുക്കളായ ഇരുമ്പ്, കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയും ചേർന്നതാണ് തേൻ. കലോറിയും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ പ്രമേഹ രോഗികൾ തേനും അമിതമായി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പഞ്ചസാരയെപ്പോലെ തന്നെ തേനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാക്കാം. തേനിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നില 60 മുതൽ 65 ആണ്. അതിനാൽ തേനിൻ്റെ ഉപയോഗം അളവിൽ കൂടാതെ നോക്കാൻ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, മധുരമെന്ന് പറഞ്ഞാൽ പ്രമേഹമുള്ളവർക്ക് മധുരം എപ്പോഴും ബ്ലഡ് ഷുഗർ കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരമായി മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ശർക്കരയും തേനുമൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പഞ്ചസാരയ്ക്ക് പകരമായി തേനും ശർക്കരയും ഒന്നും ഉപയോഗിക്കരുത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്